ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഈ ഒരു 2025 നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര ആളുകളാണ് യൂട്യൂബിലേക്ക് പുതിയതായിട്ട് കടന്നു വരുന്നത് എന്നുള്ളത്. ഒരുപാട് ന്യൂ യൂട്യൂബേഴ്സ് വരുന്നുണ്ട്. കുറച്ചു മുമ്പൊക്കെ നമ്മളൊക്കെ യൂട്യൂബ് ഉപയോഗിച്ചിരുന്നത് എന്തിനായിരുന്നു? വീഡിയോസ് കാണാൻ വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്തിനാണ്? ആദ്യം നമ്മളൊക്കെ ഈ വീഡിയോസ് കാണാൻ കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ വീഡിയോസ് എങ്ങനെ നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യാം, വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ഇത് നമ്മളിൽ വന്നൊരു മാറ്റമാണ്. നമ്മളിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ, ഇപ്പോൾ പണ്ടത്തേതിനേക്കാളും കൂടുതൽ ആളുകൾ യൂട്യൂബിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. ആദ്യമൊക്കെ ഇപ്പൊ ഞാനടക്കം ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ക്രിയേറ്റർ ആവുക എന്നുള്ളതൊക്കെ ഒന്നുകിൽ സെലിബ്രിറ്റികൾക്ക്, പ്രശസ്തരായ ആളുകൾക്കൊക്കെ കഴിയുള്ളൂ, നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ എന്നെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു 2025 എത്തി നിൽക്കുമ്പോൾ നമുക്കറിയാം, ഏതൊരു സാധാരണക്കാരനും ചാനൽ തുടങ്ങാനും കഴിയും, വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും കഴിയും, അത് മോണിറ്റൈസേഷൻ ആക്കി വരുമാനം നേടിയെടുക്കാൻ കഴിയും. ഇപ്പൊ ഇത് അത്രയും വൈഡായി, യൂട്യൂബ് എല്ലാവരിലേക്കും എത്തി എന്ന് പറയും. യൂട്യൂബ് എത്തി എന്നല്ല, യൂട്യൂബ് ചാനൽ തുടങ്ങി വരുമാനം നേടാൻ കഴിയുമെന്നുള്ള കാര്യം എല്ലാവരിലേക്കും എത്തി, പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ ശേഷം എന്ന് പറയാം. അപ്പൊ ഈ ഒരുപാട് ആളുകൾ യൂട്യൂബിലേക്ക് കടന്നു വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം, യൂട്യൂബിൽ ചാനൽ തുടങ്ങി ക്യാഷ് എത്തുന്നത് വരെയുള്ള ഒരു ഘടന ഞാൻ തൊട്ട് മുമ്പേയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് കാണുക. അപ്പൊ എന്തായാലും അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. വീഡിയോ എഡിറ്റിങ്, അതുപോലെ വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യണം, ചാനലിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. പക്ഷെ ഇതൊക്കെ നടക്കുന്നത് എവിടെയാണ്? യൂട്യൂബ് എന്നുള്ളൊരു ആപ്പിലാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ കാണുന്ന യൂട്യൂബ് കാണുമ്പോൾ ചെറിയൊരു ആപ്പ് ആണെങ്കിലും ഒരുപാട് ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ലക്ഷക്കണക്കിന് വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു ആപ്പാണ് എന്ന് പറയാം. ഈ യൂട്യൂബിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. നമുക്കറിയാം, എഡിറ്റിംഗ് ആപ്പ് ഉണ്ട്, വൈറ്റി സ്റ്റുഡിയോ ഉണ്ട്, വൈറ്റി ക്രിയേറ്റ് ഉണ്ട്, ഗൂഗിൾ ആഡ്സെൻസ് ഉണ്ട്, ഒരുപാട് കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അറിയുക തന്നെ വേണം. പക്ഷെ നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത് ഈ ഒരു യൂട്യൂബ് എന്നുള്ള ആപ്പിന്റെ ഉള്ളിലാണ്. നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും ആളുകൾ കാണുന്നതും നമുക്ക് വാച്ച് ടൈം വരുന്നതും മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകുന്നതും നമ്മുടെ പരസ്യങ്ങള്, നമ്മളെ വീഡിയോ പ്ലേ ആകുമ്പോൾ പരസ്യം വരുന്നു, അങ്ങനെ നമുക്ക് വരുമാനം നേടിത്തരുന്ന പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു യൂട്യൂബാണ്. അപ്പൊ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, യൂട്യൂബിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ഒന്നല്ല, ചില സെറ്റിങ്സുകൾ നമ്മൾ അറിയേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഓപ്ഷൻസുകൾ. യൂട്യൂബിന്റെ ഘടന, ആ ഒരു ആപ്പിന്റെ ഘടന, ഒരു ക്രിയേറ്റർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞു വെക്കേണ്ടതുണ്ട്. പല ഓപ്ഷൻസും നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ഇതൊക്കെ എന്തിനു ചെയ്യുന്നു, ഇതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ പലർക്കും ഇപ്പോഴും റീച്ചായ പല ക്രിയേറ്റേഴ്സിനും അങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട്, ഇതൊക്കെ എന്തിനാണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് യൂട്യൂബിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ മുന്നോട്ടുള്ള നിങ്ങളുടെ യൂട്യൂബ് ജേണിയിൽ അത് വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് യൂട്യൂബ് എന്നുള്ള ആപ്പിനെ കുറിച്ചാണ്. ഈ ഒരു വീഡിയോ നിങ്ങളൊരു ന്യൂ യൂട്യൂബർ ആണെങ്കിൽ മാത്രം മുഴുവനായിട്ട് കാണുക. യൂട്യൂബിനെ കുറിച്ച് അറിയുന്ന ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ ഇനി നിങ്ങൾ അങ്ങോട്ട് കാണണമെന്നില്ല. ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. മാത്രമല്ല, പലരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് എൻ്റെ ഒരു പ്രോത്സാഹനം എന്ന് പറയും. അപ്പൊ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പൊ നമുക്ക് നേരെ യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ അറിയാം. ഇനി നമുക്ക് യൂട്യൂബിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ചെറിയൊരു ആപ്പിൻ്റെ ഉള്ളിലാണ് നമ്മൾ പറഞ്ഞ ഈ ചാനലിൻ്റെ മോണിറ്റൈസേഷനും വരുമാനമൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇതുപോലെ നമുക്ക് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ റെക്കമെൻഡ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഞാൻ മുമ്പേ കണ്ട വീഡിയോ, ഞാൻ സെർച്ച് ചെയ്ത വീഡിയോ, ഞാൻ കണ്ട ലൈക്ക് ചെയ്ത വീഡിയോ, ഇതിനൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഈ രീതിയിലുള്ള വീഡിയോസുകൾ എനിക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഏത് ചാനലാണ് കാണുന്നത് അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് റെക്കമെൻഡ് ആയിട്ട് വരിക. അപ്പോൾ ഇൻ കേസ് നിങ്ങളൊരു ന്യൂ ID, ഒരു ന്യൂ ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള റെക്കമെൻഡ് ആയിട്ട് നിങ്ങൾക്ക് തംബ്നെയിലുകളൊന്നും വരില്ല. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് അവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് യൂട്യൂബ് അതിൻ്റെ AI ഉപയോഗിച്ചിട്ട്
നമുക്ക് റെക്കമെൻഡ് തരിക. അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ യൂട്യൂബിന് ആദ്യം അറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന കീവേഡുകൾ, ലൈക്ക്, കമൻ്റൊക്കെ നോക്കിയിട്ടാണ് യൂട്യൂബ് നമുക്ക് വീഡിയോ സജഷൻ ഇങ്ങനെ തരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഇപ്പോൾ ഞാനിത് കണ്ടു, ഇപ്പോൾ ഈ ഒരു തംബ്നെയിൽ കണ്ടിട്ട് ഞാനിത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു കണ്ടൻറ്റ് മാജിക് ക്രാഫ്റ്റ്സ് എന്നുള്ള ആ ഒരു കണ്ടൻറ്റ് ഓണർക്ക് അത് ബെനിഫിറ്റായിട്ട് മാറുന്നത്. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീഡിയോസ് ഇതുപോലെ നിങ്ങളുടെ ഓഡിയൻസിൻ്റെ ഹോം പേജിലൊക്കെ വരുമ്പോൾ അവർ ക്ലിക്ക് ചെയ്താലേ നമ്മുടെ വീഡിയോ റീച്ച് ആകൂ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ടേസ്റ്റിനനുസരിച്ചുള്ള വീഡിയോസുകൾ ഞാൻ സെർച്ച് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് എനിക്ക് ഇങ്ങനെ വന്നു. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം യു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഐ ആണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് വരുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫാമിലിയുടെ വേറൊരാളുടെ വൈഫിൻ്റെ ഫോൺ എടുക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ ഫോൺ എടുക്കുമ്പോൾ അവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അവിടെ റെക്കമെൻഡിൽ വരുന്നുണ്ടാവുക. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു ഐഡിയ ആണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. നിങ്ങളിവിടെ കണ്ടോ യു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ID, അപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് യു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ID നമ്മുടെ ചാനൽ തന്നെയാണോ എന്ന് നോക്കുക. മിക്ക ആളുകളുടെ യൂട്യൂബിലും ഒരുപാട് ഐഡികൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അറിയാതെ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഒരു പക്ഷേ ആ ഐഡിയിലോട്ട് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ തന്നെയാണോ ഓപ്പൺ ആയിട്ടുള്ളതെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ യു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐഡിയിൽ നിന്നാണോ, അത് ഏത് ആണെന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ഈ ഒരു യു എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ എൻ്റെ ചാനലും പേരൊക്കെ വന്നിട്ട് ഇവിടെ സ്വിച്ച് അക്കൗണ്ട് എന്ന് കണ്ടോ. ഈ ഒരു സ്വിച്ച് അക്കൗണ്ടിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരുപാട് ചാനലുകൾ എൻ്റെ ഇതിൽ ഓപ്പൺ ആണ്, ഒരുപാട് ഐഡിയകൾ. അപ്പോൾ ഇതിലേതെങ്കിലൊക്കെയാണ് ഓപ്പൺ ആയിട്ടുള്ളത് എങ്കിൽ ആ ഒരു ഐഡിയിലാണ് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ആവുക, നമുക്ക് കാര്യങ്ങളൊക്കെ വരിക, കമൻ്റൊക്കെ ഇടുമ്പോൾ ആ ഐഡിയിൽ നിന്നാണ് പോവുക. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നമ്മുടെ ചാനലിൻ്റെ ID തന്നെയാണോ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുള്ളത് എന്നുള്ളത് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ ചാനലിൻ്റെ ID ആണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ യു എന്ന് കണ്ടു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചാനൽ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം ഈ ഒരു ഓപ്ഷൻ കണ്ടോ നിങ്ങൾ, ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ ഇതാണ് ട്രെൻഡിങ്. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രെൻഡിങ് എന്നുള്ളൊരു ഓപ്ഷനാണ് ആദ്യം വരുന്നത്. ശേഷം ഷോപ്പിംഗ്, മ്യൂസിക്, ഫിലിം, ലൈവ്, ഗെയിം, ന്യൂസ്, സ്പോർട്സ്, കോഴ്സ്, ഫാഷൻ ആൻഡ് ബ്യൂട്ടി, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ നമ്മൾ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്ത് നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു വരാം നമ്മുടെ ഓപ്ഷൻസുകൾ. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ട്രെൻഡിങ് എന്ന് കണ്ടു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ട്രെൻഡിങ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസുകൾ നമുക്കിവിടെ കാണാം. ഇപ്പോൾ ഇവിടെ പേളി മാണിയുടെയൊക്കെ വീഡിയോസ്, അത് ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ തന്നെ മ്യൂസിക്, ഗെയിമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കാറ്റഗറി തിരിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് ട്രെൻഡിങ് സബ്ജക്റ്റുകൾ നമുക്കവിടെ അറിയാൻ കഴിയുമെന്ന് മനസ്സിലായി. രണ്ടാമത് ഷോപ്പിംഗ്, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് മനസ്സിലാവും ഷോപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അവിടെ കസ്റ്റമൈസ് ആയിട്ടുണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ വരുന്നത് മ്യൂസിക് എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് മ്യൂസിക് ആയിരിക്കും നമുക്കവിടെ കാണാൻ കഴിയുന്നത്, മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് വീണ്ടും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് വൈഫൈയിലേക്കൊന്ന് നോക്കാം, കാരണം എൻ്റെ ഇതുവരെ മൊബൈലിലായിരുന്നു ഡാറ്റ റൺ ആയിട്ടുണ്ട്, അപ്പോൾ ഒന്ന് സ്ലോ ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. ഫിലിംസ് എന്നെടുക്കുമ്പോൾ നമ്മൾ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഫിലിംസ്, മൂവീസാണ് അവിടെ വരുന്നത്. വ്യത്യസ്ത ലാംഗ്വേജുകളിലുള്ള മൂവീസുകൾ വരുന്നുണ്ട്. നമുക്ക് ബൈ ഓർ റെൻറ്റ്, നമുക്ക് ക്യാഷ് കൊടുത്ത് കാണാൻ പറ്റാവുന്ന മൂവീസുകളൊക്കെ ഉണ്ട്. ആനിമേഷന്, അതുപോലെ മലയാളം, ഹിന്ദി, ഒരുപാട് മൂവീസുകൾ നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു കാറ്റഗറി അവിടെയുണ്ട്. അതുപോലെ നെക്സ്റ്റ് നമുക്ക് നോക്കാം ലൈവ്. അപ്പോൾ ലൈവ് ആയിട്ടുള്ള ഇവൻറ്റുകൾ ഇപ്പോൾ എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ലൈവുകളൊക്കെ അവിടെ കാണാം. അപ്പോൾ ഈ ലൈവ്, അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. ഗെയിമിംഗ് എന്ന് വരുമ്പോൾ ഗെയിമിംഗ് വീഡിയോസുകൾ വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ന്യൂസ്, സ്വാഭാവികമായിട്ടും ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ വരണം. ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്, കാരണം ഇതിലൊന്നും നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എന്നിരുന്നാലും നമ്മൾ അറിയേണ്ട കാര്യമായതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ളത് വരണം. നെക്സ്റ്റ് ന്യൂസ്, സ്പോർട്സ് കഴിഞ്ഞു കോഴ്സ്,
എഡ്യൂക്കേഷണൽ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ നമുക്കിവിടെ കാണാം. അടുത്തതായിട്ട് ഫാഷൻ ആൻഡ് ബ്യൂട്ടി, സ്വാഭാവികമായിട്ടും ഫാഷൻ ആൻഡ് ബ്യൂട്ടി ആ വീഡിയോ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാം പോഡ്കാസ്റ്റുകൾ, ഡിഫറൻറ്റ് പോഡ്കാസ്റ്റുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഒരു ഓപ്ഷൻ പറഞ്ഞു പോവുകയാണ്. അതിന് താഴെ യൂട്യൂബ് പ്രീമിയം എന്ന് കാണാം. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പലപ്പോഴും നിങ്ങളോട് വീഡിയോ ഒക്കെ കാണുമ്പോൾ യൂട്യൂബ് പ്രീമിയം എടുക്കാൻ പറയുന്നുണ്ടായിരിക്കും. അതായത് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ഇല്ലാതെ വീഡിയോ കാണാനുള്ള ഒരു ഓപ്ഷനാണ് യൂട്യൂബ് പ്രീമിയം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് വരില്ല. അപ്പോൾ ആ ഒരു തടസ്സമില്ലാതെ നമുക്ക് വീഡിയോസ് കാണാം. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ ഒരാൾ യൂട്യൂബ് പ്രീമിയം എടുത്തിട്ട് കാണുമ്പോൾ നമ്മുടെ പരസ്യം വരില്ല. അപ്പോൾ നമ്മൾ സംശയിക്കും, അപ്പോൾ നമുക്ക് റവന്യൂ കിട്ടുമോ? എല്ലാവരും യൂട്യൂബ് പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ പരസ്യം, അവർക്ക് നമ്മളെ വീഡിയോ കാണുമ്പോൾ പരസ്യം വരില്ലല്ലോ. അപ്പോൾ നമുക്ക് സംശയം വരും, അപ്പോൾ നമുക്ക് എങ്ങനെ റവന്യൂ കിട്ടും എന്നുള്ളത്. പക്ഷേ യൂട്യൂബ് പ്രീമിയം എടുത്ത ആളുകൾ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക വരുമാനം അവർ നമുക്ക് തരുന്നതാണ്. പരസ്യം തന്നില്ലെങ്കിലും ഒരു ഓൾറെഡി യൂട്യൂബിന് പേ ചെയ്തതുകൊണ്ട് അതിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് നമുക്ക് യൂട്യൂബ് നേരിട്ട് തരുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ അനലിറ്റിക്സിലൊക്കെ കാണാം യൂട്യൂബ് പ്രീമിയം വഴി എത്ര കിട്ടി എന്നുള്ളത്. യൂട്യൂബ് സ്റ്റുഡിയോ അതിന് തൊട്ട് താഴെ അറിയാം. യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ ചാനലിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട് പോകാനുള്ള ഓപ്ഷനാണ്. ഇതൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതേപോലെ യൂട്യൂബ് മ്യൂസിക്, യൂട്യൂബ് കിഡ്സ്, ഈ ആപ്പുകളിലേക്ക്, യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്പുകളിലേക്ക് പോകാനുള്ള ഷോർട്ട് കട്ടുകളാണെന്ന് പറയാം. ഇനി നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇത് കൊടുത്തു, ഈ ഒരു ഓപ്ഷനെ കുറിച്ച് പറഞ്ഞു. ഇനി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കീവേഡുകൾ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വീഡിയോ സെർച്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കിവിടെ ഈ ഒരു ഓപ്ഷൻ കണ്ടോ നിങ്ങൾ, ബെൽ ബട്ടൺ, നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെയാണ്. നോട്ടിഫിക്കേഷൻ, ഈ ഒരു ബെൽ ബട്ടൺ നമുക്ക് എത്ര നോട്ടിഫിക്കേഷൻ വന്നു എന്നുള്ളതാണ്. നമ്മുടെ ചാനലിൽ വന്ന നോട്ടിഫിക്കേഷൻസുകൾ നമുക്ക് കാണാൻ കഴിയും, കമൻറ്റും ബാക്കി കാര്യങ്ങളൊക്കെ. ഇതിൽ തന്നെ കമൻറ്റ് മാത്രമായിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ കമൻറ്റ്സ് എന്നുള്ള ഭാഗത്തുള്ള നോട്ടിഫിക്കേഷൻസ് മാത്രം കാണാം. അതുപോലെ തൊട്ടപ്പുറത്ത് നമുക്ക് മെൻഷൻസ് എന്ന് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു @ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ചാനൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എൻ്റെ ചാനലിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആളുകളുടെ നോട്ടിഫിക്കേഷനാണ് ഈ വന്ന് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് അങ്ങനെയും കാണാം. പിന്നെ ഈ ഒരു സെർച്ച് ബാർ, അത് നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ വീഡിയോ സെർച്ച് ചെയ്യുന്നതിന് അത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് അത് നോക്കാം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് താഴോട്ട് നോക്കാം. ജസ്റ്റ് ഹോം പേജ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ. അപ്പോൾ അതായത് ഈ ഹോം പേജ് എന്നുള്ളത് ഇതാണ് എൻ്റെ ഒരു ഹോം പേജ്. നമ്മുടെ ചാനലിൻ്റെ ഹോം പേജ് കസ്റ്റമൈസ് ചെയ്ത് വന്നിട്ടുള്ളത്. നമ്മുടെ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്സും ലോങ്ങും ലൈവൊക്കെ ഇവിടെ നമുക്ക് റെക്കമെൻഡായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് തൊട്ടപ്പുറത്ത് ഷോർട്സ് എന്ന് കാണാം. ഈ ഒരു ഷോർട്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഷോർട്സ് മാത്രമായിട്ടാണ് വരുന്നത്. നമുക്ക് ഷോർട്സ് മാത്രമായിട്ട് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതിനപ്പുറത്തായിട്ട് നമ്മൾ പ്ലസ് ബട്ടൺ കാണാം. ഈ ജസ്റ്റ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. ഒരു ക്രിയേറ്റർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടൂളാണെന്ന് പറയാം. പക്ഷേ ഇവിടെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ID സെയിം ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിവിടെ വീഡിയോ, ഷോർട്സ്, ലൈവ്, കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇടാനുള്ള ഓപ്ഷൻസുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇവിടെ സബ്സ്ക്രിപ്ഷൻസ് എന്ന് കാണാം. നമ്മൾ ഒരുപാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് മാത്രമായിട്ടാണ് നമുക്കിവിടെ കാറ്റഗറി തിരിച്ച് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഭാഗത്ത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനലുകളിലെ നോട്ടിഫിക്കേഷനാണ്. ഇപ്പോൾ ഈ ഒരു ബ്ലൂ ബട്ടൺ ഉണ്ടെങ്കിൽ അതിലൊരു പുതിയ വീഡിയോ വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് കാണണമെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരുപാട് എല്ലാ ചാനലിലെയും നോട്ടിഫിക്കേഷൻസുകൾ ഇവിടെ കാണാൻ കഴിയും, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ചാനലുകൾ. അപ്പോൾ നമുക്ക് വീഡിയോ മിസ്സാവാതിരിക്കാൻ ഇവിടെയൊക്കെ വന്ന് നോക്കാവുന്നതാണ്. അത് അവരുടെ ഷോർട്സും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളുടെ ചാനലിലെ വീഡിയോസ് മാത്രം കാറ്റഗറി ചെയ്ത് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷനും മനസ്സിലായി. ഇനി നമുക്ക് യു എന്നുള്ള ഭാഗം വീണ്ടും ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഈ ID ഉപയോഗിച്ചിട്ട്, ഇപ്പം നമ്മുടെ ഈ ഒരു AVS യൂട്യൂബ് ടിപ്സ് എന്നുള്ള ID ഉപയോഗിച്ചിട്ട് ഇത് കാണുന്നു. അപ്പോൾ ഈ യു എന്നുള്ള ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞു നമ്മുടെ ചാനൽ ആണ് ആദ്യം വന്നത്. അവിടെ വ്യൂ ചാനൽ എന്നുള്ള ഭാഗം, ഇത് യൂട്യൂബ് ഹാൻഡിലാണ്. അതൊക്കെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും വ്യൂ ചാനൽ എന്ന്
കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചാനൽ കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആ രീതിയിൽ നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മുടെ കവർ പിക്ചറും പ്രൊഫൈൽ പിക്ക് അതിൻ്റെ അബൌട്ട് സെക്ഷനും ബാക്കിയൊക്കെ ഹോം പേജൊക്കെ ആയിട്ട് നമുക്കിവിടെ കറക്റ്റ് നമ്മൾ എന്തെല്ലാം കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുണ്ടോ ആ ഒരു സെറ്റിങ്സ്, അപ്പോൾ ആ ഒരു ചാനലിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ഔട്ട്ലൈൻ നമുക്കിവിടെ നല്ല നീറ്റായിട്ട് കാണാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ. വ്യൂ യുവർ ചാനൽ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ, വ്യൂ ചാനൽ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ, രണ്ടാമത് നമ്മൾ സ്വിച്ച് അക്കൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് വേറെ ID ഒന്നിൽ കൂടുതൽ ചാനലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ID ഇവിടെ വന്നിട്ട് നമ്മൾ മാറ്റി കൊടുക്കേണ്ടതുണ്ട്. ജസ്റ്റ് അപ്പോൾ അതും മനസ്സിലായി. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ID നമ്മുടെ രണ്ടാമത്തെ ID ഒക്കെ മാറ്റി കൊടുക്കേണ്ടത്. അതുപോലെ നമുക്ക് പുതിയൊരു ഇമെയിൽ ID നമുക്ക് ഇവിടെ ലോഗിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഗൂഗിളിലോട്ട് പോകും. എന്നിട്ട് നമ്മളോട് വീണ്ടും ചാനലിൻ്റെ ഇമെയിൽ ID ഏതാണോ ഇമെയിൽ ID വേണ്ടത് അത് ആഡ് ചെയ്യാൻ പറയും. പാസ്വേഡൊക്കെ കൊടുക്കുക, ഇവിടെ കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് അടിച്ച് പോവുക. അപ്പോൾ ഇവിടെ ഓൾറെഡി ഞാൻ ഒരുപാട് ലോഗിൻ ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ലോഗിൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഇവിടെ ഉള്ളത് ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇവിടെ ഈ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഓപ്ഷനിലോട്ടാണ് പോവുക. അത് നേരെ വെബ് അഡ്രസ്സ് വഴി, ഇപ്പോൾ എനിക്ക് ഇവിടെ കിട്ടുന്നില്ല, നിങ്ങളുടെ മൊബൈലൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൻ്റെ മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടുന്നതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ടേൺ ഓൺ ഇൻകോഗ്നിറ്റോ എന്ന് കാണാം. അതായത് നമ്മളിപ്പോൾ സാധാരണ ഒരു വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ അത് ഹിസ്റ്ററി കാണാൻ കഴിയും. അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമുക്ക് റെക്കമെൻഡ് വരില്ല. പക്ഷെ അങ്ങനെയൊന്നും പാടില്ല. നമ്മളിങ്ങനൊരു വീഡിയോ സെർച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ യൂട്യൂബിൻ്റെ സെർച്ച് ഹിസ്റ്ററിയിൽ വരാനും പാടില്ല. അത് റിലേറ്റഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ഒന്നും നമുക്ക് വേണ്ട. അങ്ങനെ ഒരു സംഭവം. അതായത് നമ്മളിപ്പോൾ ഒരു യൂട്യൂബിലൊരു വീഡിയോ സെർച്ച് ചെയ്യാണ്, അത് ആരും കാണരുത്. നമ്മളിങ്ങനെ ഒരു വീഡിയോ സെർച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആരും കാണരുത് എന്നുണ്ടെങ്കിൽ ടേൺ ഓൺ ഇൻകോഗ്നിറ്റോ എന്നുള്ളൊരു ഓപ്ഷൻ ഓൺ ചെയ്യാം. അപ്പോൾ നോക്കൂ, നമുക്കൊരു വീഡിയോയുടെ റെക്കമെൻഡ് വന്നിട്ടില്ല. ഇനി നമുക്ക് ഏത് വീഡിയോ ആണോ വേണ്ടത് അതിവിടെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ഒന്നും നമുക്ക് യൂട്യൂബ് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതല്ല. ഇപ്പോൾ ഇതിപ്പോൾ നമുക്ക് എന്തെങ്കിലും മൂവീസോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ കാണണമെന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞ് ഇത് ഇൻകോഗ്നിറ്റോ ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും വരുന്നതല്ല. അത് റിലേറ്റഡ് ആയിട്ടുള്ള റെക്കമെൻഡ് വീഡിയോസും വരുന്നതല്ല. അതായത് അപ്പോൾ ഈ ഇൻകോഗ്നിറ്റോ മോഡിൻ്റെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. യൂസ് എന്താണെന്നുള്ളത് ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും വരില്ല. അത് ഓരോരുത്തരും അവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് യൂസ് ചെയ്യുന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ എന്തായാലും ഇത് ഓഫാക്കണം. ഇപ്പോൾ ഇതിപ്പോൾ യു ആർ ഇൻകോഗ്നിറ്റോ എന്നുള്ള ഒരു മോഡിലാണ്. അപ്പോൾ നമുക്കിത് യു എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേൺ ഓഫ് ഇൻകോഗ്നിറ്റോ എന്ന് കാണാം. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞു. പിന്നീട് നമ്മൾ സെർച്ച് ചെയ്യുന്നതൊക്കെ ഹിസ്റ്ററിയിൽ വരും. അപ്പോൾ ഞാനിവിടെ ടേൺ ഓഫ് ഇൻകോഗ്നിറ്റോ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു. ഇപ്പോൾ നോക്കൂ, ഞാൻ സെർച്ച് ചെയ്തതൊന്നും ഹിസ്റ്ററിയിൽ ഇല്ല, അത് ഓഫായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടേൺ ഇൻകോഗ്നിറ്റോ എന്നുള്ള ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഇനി തൊട്ടപ്പുറത്ത് ഷെയർ ചാനൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആരെങ്കിലും ലിങ്ക് ചോദിക്കുക, അല്ലെങ്കിൽ ഇമെയിൽ അയക്കുക, ഫേസ്ബുക്ക് വഴി ഷെയർ ചെയ്യുക, വാട്സപ്പ് വഴിയൊക്കെ മെസ്സഞ്ചറൊക്കെ വഴി ഷെയർ ചെയ്യണം, ടെലിഗ്രാം, ഇങ്ങനെ ഏത് സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. ഇവിടെ കോപ്പി ലിങ്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ആകുന്നതാണ്. QR കോഡ് വഴിയൊക്കെ നമുക്കത് സെൻഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതാണ് ഷെയർ ചാനൽ എന്നുള്ള ഓപ്ഷൻ. അതിന് തൊട്ട് താഴെ നമുക്ക് ഹിസ്റ്ററി എന്ന് കാണാം. ഇവിടെ ഹിസ്റ്ററി എന്നുള്ള ഭാഗത്ത് നമുക്കറിയാം നമ്മൾ ചാനലിൽ എന്തൊക്കെയോ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഹിസ്റ്ററിയാണ്. അപ്പോൾ അത് ഇങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഹിസ്റ്ററി കാണാൻ കഴിയും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻകോഗ്നിറ്റോ മോഡ് ഓണാക്കി കഴിഞ്ഞ് നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ആ വീഡിയോസ് ഒന്നും ഇവിടെ കാണുന്നതല്ല. അപ്പോൾ ഹിസ്റ്ററി വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് ഇൻകോഗ്നിറ്റോ മോഡിൽ കണ്ടാൽ മതി. പിന്നെ ഹിസ്റ്ററി ക്ലിയർ ചെയ്യാൻ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ പ്ലേ ലിസ്റ്റുകൾ, നമ്മൾ ലൈക്ക് ചെയ്ത വീഡിയോസുകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അത് പ്രൈവറ്റാണ്. അതുപോലെ ഇതിൻ്റെ പ്ലേ ലിസ്റ്റുകളൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇവിടെ യുവർ വീഡിയോസ് എന്ന് കാണാം. ജസ്റ്റ് യുവർ വീഡിയോസ് എന്നെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ വീഡിയോസ്, ഷോർട്സ്, ലൈവ് ഇതൊക്കെ നമുക്ക് കാറ്റഗറി ചെയ്ത് നമുക്ക് കാണാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ വഴിയും കിട്ടുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അറിയുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അടുത്തൊരു ഓപ്ഷൻ ഡൗൺലോഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത വീഡിയോസുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക.
അതായത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ കാണാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഗാലക്സി S24ൻ്റെ ഒരു വീഡിയോ കണ്ടു. അങ്ങനെ ഞാനിത് കാണുമ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ കണ്ടു നിങ്ങൾ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ. ഈ വീഡിയോ നമുക്ക് പിന്നീട് ഡൗൺലോഡ് ചെയ്ത് വേണമെങ്കിൽ പിന്നീട് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോസ് നമുക്കിവിടെ ഈ ഒരു ഡൗൺലോഡ്സ് എന്നുള്ള ഭാഗത്ത് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് ഇങ്ങനെ ഇപ്പോൾ കാർട്ടൂണൊക്കെ ആയിട്ട് കുറച്ച് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നെറ്റ് ഇല്ലാത്ത സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ യൂട്യൂബിലെ വീഡിയോ പ്ലേ ചെയ്ത് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് നെറ്റ് ഉണ്ടെങ്കിലാണ് സാധാരണ വീഡിയോ കാണാൻ കഴിയും. അപ്പം ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓഫ്ലൈനിലും നമുക്ക് കാണാൻ കഴിയും. തൊട്ടു താഴെ നമുക്ക് യുവർ ക്ലിപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മളെ ക്ലിപ്സ് ഇപ്പം ഞാൻ യൂസ് ചെയ്തത് ബൈ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്ലിപ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കാണാം. നമ്മളെ വ്യൂവേഴ്സ് നമ്മളെ വീഡിയോയിൽ നിന്ന് ക്ലിപ്സ് കട്ട് ചെയ്ത് യൂസ് ചെയ്ത വീഡിയോസുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷനാണ് ഇത്. പിന്നെ യുവർ മൂവീസ് എന്നുള്ളതാണെങ്കിൽ ഞാൻ കണ്ട അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത മൂവീസിൻ്റെ ലിസ്റ്റുകളൊന്നുമില്ല. പിന്നെ യു ഗെറ്റ് യൂട്യൂബ് പ്രീമിയം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. യൂട്യൂബ് പ്രീമിയം അഡ്വർടൈസ്മെൻ്റ് ഇല്ലാതെ വീഡിയോസ് കാണാം എന്നുള്ളത്. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ യൂട്യൂബിലെ വീഡിയോ പ്ലേ ചെയ്ത് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് നെറ്റ് ഉണ്ടെങ്കിലാണ് സാധാരണ വീഡിയോ കാണാൻ കഴിയും. അപ്പം ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓഫ്ലൈനിലും നമുക്ക് കാണാൻ കഴിയും. തൊട്ടു താഴെ നമുക്ക് യുവർ ക്ലിപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മളെ ക്ലിപ്സ് ഇപ്പം ഞാൻ യൂസ് ചെയ്തത് ബൈ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്ലിപ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കാണാം. നമ്മളെ വ്യൂവേഴ്സ് നമ്മളെ വീഡിയോയിൽ നിന്ന് ക്ലിപ്സ് കട്ട് ചെയ്ത് യൂസ് ചെയ്ത വീഡിയോസുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷനാണ് ഇത്. പിന്നെ യുവർ മൂവീസ് എന്നുള്ളതാണെങ്കിൽ ഞാൻ കണ്ട അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത മൂവീസിൻ്റെ ലിസ്റ്റുകളൊന്നുമില്ല. പിന്നെ യു ഗെറ്റ് യൂട്യൂബ് പ്രീമിയം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. യൂട്യൂബ് പ്രീമിയം അഡ്വർടൈസ്മെൻ്റ് ഇല്ലാതെ വീഡിയോസ് കാണാം എന്നുള്ളത്. അതിന് തൊട്ട് താഴെ ടൈം വാച്ച്ഡ് എന്ന് കാണാം. നമ്മൾ എത്ര സമയം യൂട്യൂബ് കണ്ടു എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ആവറേജ് 4 minutes ഡെയിലി ആവറേജ് എന്നുള്ളതായിരിക്കും. അതായത് 29% ഫ്രം ലാസ്റ്റ് വീക്ക്. അപ്പോൾ ഞാൻ ഓരോ ദിവസവും എത്ര സമയം യൂട്യൂബിൽ ചിലവഴിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഗ്രാഫിൽ എനിക്ക് തോന്നുന്നു വളരെ കുറവ് സമയമായിരിക്കും. കാരണം ടുഡേ ജസ്റ്റ് 1 minute, ഇന്ന് ഞാൻ 1 minute ചിലവഴിച്ചിട്ടുള്ളൂ. ലാസ്റ്റ് 7 days 25 minutes. അതായത് ഞാൻ യൂട്യൂബിൽ അത്ര സമയം ഒരു യൂട്യൂബർ ആയിട്ട് പോലും ഞാൻ വളരെ കുറഞ്ഞ സമയം ഇതിൽ ചിലവഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ സമയം ഇതിനു വേണ്ടി ചിലവഴിക്കേണ്ടതുണ്ട് എന്ന് പോസിറ്റീവായിട്ട് എടുക്കാം. പിന്നെ യൂട്യൂബിൽ അങ്ങനെ ഒരുപാട് സമയം ചിലവഴിക്കരുത് എന്നുള്ള കാര്യവും പോസിറ്റീവായിട്ട് എടുക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ എത്ര സമയം ചിലവഴിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇതിവിടെ കാണാൻ കഴിയും. നിങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എത്ര സമയം യൂട്യൂബിൽ ചിലവഴിക്കുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കട്ടോ. നമ്മളെ ജീവിതത്തിലെ എത്ര സമയം ഓരോ ദിവസവും നമ്മൾ യൂട്യൂബിന് വേണ്ടി യൂട്യൂബ് ആപ്പിൽ ചിലവഴിക്കുന്നതാണ്. നമ്മൾ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം ചിലവഴിക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ ഇപ്പോൾ ഇതിലില്ല. യൂട്യൂബ് ആപ്പ് നമ്മൾ എത്ര സമയം യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാം. കൂടുതൽ ഓപ്ഷൻസുകളൊക്കെ ഇവിടെയുണ്ട്. ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്ക്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് യൂട്യൂബ് സെറ്റിങ്സ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വീഡിയോയുടെ ലെങ്ത്തൊക്കെ ഒരുപാട് കൂടും ഞാനിത് മുഴുവൻ പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ യൂട്യൂബ് സെറ്റിങ്സിനെ കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. കുറച്ച് ഓപ്ഷൻസ് പറഞ്ഞു. ഇനിയുള്ളത് സെറ്റിങ്സിനെ കുറിച്ചാണ്. നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിലും പറയുക. ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ യൂട്യൂബിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അങ്ങനെയെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതുപോലെയുള്ള വീഡിയോസുകൾ ചെയ്യാൻ എനിക്ക് പ്രചോദനമാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, സംശയങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല നിങ്ങൾക്ക് ഏത് തരം കണ്ടന്റുകളാണ് വേണ്ടത് എന്നുള്ളത് കൂടി നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.